ഇതൊക്കെ എടുക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ EMI ഒക്കെ വളരെ കുറവ്, നമുക്കൊരു ഫാമിലി ബഡ്ജറ്റിൽ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലേ വരുന്നുള്ളൂ. പിന്നെ ലോൺ ആയാലും വലിയ ബാധ്യത അല്ല, നമുക്ക് തടിയിലും പിടിക്കാത്ത രീതിയിൽ വിത്ത് വാറണ്ടിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. 18 മുകളിൽ മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു മെയിൻ്റെനൻസും കുറവായിരിക്കും. മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. 110 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞൊരു വണ്ടിയാണ്. ഓക്കെ, വേറെ ഇപ്പോൾ പണികളൊന്നും ഇല്ലല്ലോ, നിലവിലൊന്നുമില്ല. ഇനി നമുക്ക് നേരെ പോളിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. 5 സ്റ്റാർ നേരെ 4 സ്റ്റാറിലേക്ക് 1 സ്റ്റാർ കുറയുന്നുണ്ട്. 20 ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. പെട്രോൾ എഞ്ചിനിൽ ആൾട്ടോ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് സ്പേസും പൈസയും കുറവായിരിക്കും. ഫോർഡിൻ്റെ ഒരു പ്ലാന്റ് മുംബൈയിലുള്ളത് ഇന്നത്തെ ന്യൂസ് കണ്ടാണ്. അപ്പോൾ വിൽക്കാൻ വെച്ച സമയത്ത് ഇപ്പം ഫോർഡ് അത് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കിംബർലിയായിട്ട് പറയുന്നത് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഇപ്പം ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ ആലോചിക്കുന്നത്? തുടങ്ങിയോ? അപ്പോൾ നമ്മുടെ കാറൻ ബൈക്കിൽ കോഴിക്കോടാണുള്ളത് അല്ലേ? കാർസോൺ കാറൻ ബൈക്ക് വീണ്ടും എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്നത്തെ. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു എപ്പിസോഡിൽ ഒരു മാക്സിമം ഒരു 100% ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇയർ എൻഡിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഓക്കെ, നമ്മൾ പറയുന്ന പ്രൈസിനെക്കാളും കുറച്ച് കൊടുക്കട്ടോ. ഓൾമോസ്റ്റ് നമ്മള് നെറ്റ് റേറ്റ് ആക്കിയിട്ടാണ് പറയുന്നത്. ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ട്, ചെറിയ രീതിയിൽ. അതായത് വീഡിയോയിൽ പറയുന്നതിനെക്കാളും പിന്നെ കുറച്ചുകൂടി ചെറിയ രീതി പ്ലാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ചിട്ട് കിട്ടാൻ പോരാ? അല്ല, അത് വേറെ ചെയ്യാം. സെയിം സാധനം കൊണ്ടുപോകാൻ ഈ മാസം ഉണ്ട്. പിന്നെ പോളിഷിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഗോൾഡ് വൈനില്ലേ? ഗോൾഡ് വൈൻ ക്രിസ്മസ് അടുപ്പിച്ച് ഇപ്പൊ തിങ്കളാഴ്ച ക്രിസ്മസ് ആണ്. പിന്നെ അത് 5 ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആനായി. അപ്പോൾ ഇയർ എൻഡിന് കൂടിയാണ് വരുന്നത്. ചെറിയൊരു ഓഫർ വേറെ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ആ ഒരു ടൈമിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റിൽ അത്താണിക്കലാണ് ഷോറൂമിൽ ലൊക്കേഷൻ, കാർസോൺ കാർ ആൻഡ് ബൈക്ക് അല്ലേ? ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ ഇവരുടെ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നാദാപുരത്താണ് കാർസോൺ കാർ ആൻഡ് ബൈക്കിന്റെ പുതിയ സ്റ്റോർ നാദാപുരത്ത്, വടകര നാദാപുരം ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ളവർ ഇനി ഇപ്പം നമ്മൾ ജസ്റ്റ് അവിടേക്ക് ഒരു 10-20 വീക്കിലാണ് ജസ്റ്റ് ഇട്ടത്. അടുത്ത മാസത്തോടുകൂടി നമ്മളത് സെറ്റായി വരുന്നുണ്ട്. അതിന്റെ സ്റ്റോറിന്റെ ലൊക്കേഷൻ ഒക്കെ വേണമെങ്കിൽ നമ്മളെ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു. നാദാപുരത്തൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ടേ വരാറുണ്ട് അല്ലേ? നാദാപുരം, വടകര, കണ്ണൂർ വരുന്ന ഏരിയകളാണ്. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് സൈഡ് സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഉള്ളവർ അവിടെ കൂടെ കോൺടാക്ട് ചെയ്യാം. അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫോർഡ് എക്കോസ്പോർട്ട് KL 22 രജിസ്ട്രേഷൻ എക്കോസ്പോർട്ടാണ്. പറഞ്ഞോളൂ. ഇതിൽ വേറൊരു സാധനം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പിന്നാമ്പുറം കാണിക്കുന്നത് വണ്ടി മുഖം കാണുന്നില്ല, ഫേസ് കാണില്ല, കുറേ കംപ്ലൈന്റ് ഉണ്ട്. അത് ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ ചിലപ്പോൾ പരിധിയൊക്കെ ആയിരിക്കും കാണുക. നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളോട് പറയുകയാണ്, നമ്മൾ ഈ എടുക്കുന്ന പരിധി ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ വേറൊന്നുമില്ല. ഒരു വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു 10-13 വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യും. അതിന്റെ മേലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വലിയ എപ്പിസോഡിൽ പ്ലാൻ ചെയ്യും. അത്രയും വണ്ടി ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൂടുതൽ നിങ്ങൾക്ക് ആ വണ്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇത് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത് ഞാൻ മൊത്തം കാണിച്ചു കൊടുക്കും. അതല്ല ഞാൻ പറഞ്ഞാൽ കൂടുതൽ അറിയാൻ വേണ്ടി അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇല്ല, ഇത് കാണിച്ചു കൊടുക്കും. അത് അന്ന് കമന്റ് വന്നു, ഇനി ഞാനത് പരിഗണിച്ചിട്ടുണ്ട്. എന്തായാലും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഇവിടെ മാനിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായും അത് മാനിക്കണ്ട് മുന്നോട്ട് പോയിക്കൂടാലോ. അപ്പോൾ ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് നമുക്ക് ഫോർഡിന്റെ എക്കോസ്പോർട്ടാണ്. ഇത് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഡുവൽ എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വേരിയന്റാണ്. പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 1.5 ആണ് പെട്രോളിൽ എഞ്ചിൻ CC വരുന്നത്. കുഴപ്പമില്ലാത്ത നമുക്കൊരു സ്വിഫ്റ്റ് ഒക്കെ എടുക്കുന്ന വണ്ടീനെക്കാട്ടും ആ ഒരു പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. കാരണം കുറച്ചുകൂടി ഹൈറ്റായി ലോങ് ഡ്രൈവ് കംഫർട്ട് വന്ന്, പിന്നെ ബിൽഡ് ക്വാളിറ്റി. വേറൊരു കാര്യം വന്ന് ഫോർഡിൻ്റെ ഒരു പ്ലാന്റ് മുംബൈയിലുള്ളത് ഇന്നത്തെ ന്യൂസ് കണ്ടാണ്. അപ്പോൾ വിൽക്കാൻ വെച്ച സമയത്ത് ഇപ്പം ഫോർഡ് അത് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കിംബർലിയായിട്ട് പറയുന്നത് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഇപ്പം ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നാൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ ഫോർഡ് അടിച്ചു കയറും. ഇവിടെ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള അടിച്ചു കയറുമെന്ന് പറഞ്ഞാൽ അത് നിർത്തി പോയെന്ന് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ബിൽഡ് ക്വാളിറ്റി വല്ലാതുള്ള ഒരു വണ്ടി ഇപ്പോൾ ലൈവിൽ എന്തായാലും മാർക്കറ്റിലില്ല. ഓടിച്ചു നോക്കുന്ന ആളുകൾ ഇതല്ലാണ്ട് വേറൊരു വണ്ടിയിലേക്ക് എന്തായാലും പോവുകയില്ല. ഇതൊക്കെ ഒരു ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്ക് 2 ഇയർ വാറണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്.
1 year RSA കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് 7 days റിട്ടേൺ പോളിസി വരെ കൊടുക്കാൻ പറ്റും. ഇവിടുന്ന് ഇപ്പോൾ കാണിക്കുന്നുണ്ടാവും. കാരണം മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്ലഡ് എഫക്റ്റഡ് കിലോമീറ്റർ റിട്ടേഷൻ പിന്നെ മേജർ ആക്സിഡന്റ് ഈ ചേസ് ആപ്രോൺ പോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ വിവരിയതായിട്ട് കസ്റ്റമർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ 7 ദിവസം കൊണ്ട് മൊത്തം പൈസ റീഫണ്ട് ആവും. 3 റീസണാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇവരുടെ എല്ലാ ഓഫേഴ്സും എല്ലാ വണ്ടിക്കും ലഭിക്കുന്നുണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 520 ആണ്. ഇത് മോഡൽ 2017 കേട്ടോ. 2017 എക്കോ സ്പോർട്ട് ആണ്. 5,20,000. ഓക്കെ, 20,000 ആണ് ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല? മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക്. ലോൺ ഒരു 80% 85% നമുക്ക് നോക്കാം. അടുത്തൊരു ഡീസൽ സെഡാൻ വാഹനം. സെഡാൻ എന്ന് വെച്ചാൽ ഒരു സെമി പ്രീമിയം കാറ്റഗറി Volkswagen Vento ആണ്. ഓക്കെ, പറഞ്ഞോളൂ. 2014 മോഡലാണ്. ഡീസലിൽ 1.5 ഫുൾ ഓപ്ഷൻ വണ്ടി. ഹൈലൈനാണ്. K11 രജിസ്ട്രേഷൻ, കാലിക്കറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഡീസലിൽ കിലോമീറ്റർ സംബന്ധിച്ച് ഓട്ടം കുറവാണ്. 14 അപേക്ഷിച്ച് 87 ആണ് നിലവിൽ കൂടിയിരിക്കുന്നത്. 87. സെക്കൻഡ് RCയിലാണ് വണ്ടി ഉള്ളത്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, ഫുൾ ലോഡ് വണ്ടി. അന്ന് ഇറങ്ങിയതിൽ എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ എയർ ബാഗ്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അഡീഷണൽ ആയിട്ട് വോൾക്സ്വാഗന്റെ സീരിയോ മാറ്റിയിട്ട് ആൻഡ്രോയിഡിന്റെ വലിയൊരു ഡിസ്പ്ലേ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പവർ ആൻഡ് മൈലേജ് അതേ പറയാനുള്ളൂ. ഇതൊക്കെ റേഞ്ചിൽ എന്തായാലും കിട്ടും. മൈലേജ് 20 above തന്നെ കിട്ടും. പവർ അതിന് പറയാൻ വേണ്ട, നമുക്കൊന്ന് കൊടുത്ത കാരണം ലോങ് ഡ്രൈവ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ കംഫർട്ട് ആയിരിക്കും. അത്യാവശ്യം മൈലേജ് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് 22 മൈലേജ് എന്തായാലും എക്സ്പെക്ട് ചെയ്യുക. ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര സുഖമാണ്. നമുക്ക് വോൾക്സ്വാഗന്റെ വണ്ടിയൊക്കെ കൊണ്ട് കറക്റ്റ് സർവീസ് ചെയ്ത് പ്രോപ്പർ പോവുകയാണെങ്കിൽ സർവീസ് ഒക്കെ പ്രോപ്പറാണ്. പ്രോപ്പറാണ്. മേജർ ഒക്കെ ആവാറുണ്ടല്ലോ. അല്ല, ഇപ്പൊ 87ന്റെ സർവീസ് പറഞ്ഞാൽ ഇപ്പൊ മേജർ സർവീസ് നമ്മൾ ചെയ്തു വെച്ചതാണ്. നമ്മൾ ചെയ്തതാണ്. കാരണം ഇപ്പൊ ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയിട്ട് നമ്മളിവിടെ വെച്ചതാണ്. എല്ലാം കൂടി നിങ്ങൾക്ക് പിന്നെ കോസ്റ്റ് ആയിട്ടുണ്ട്. കാരണം ചില വണ്ടികൾ നമ്മൾ എടുക്കുമ്പോൾ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടോ. എല്ലാ വണ്ടിയിലും നമ്മൾ പ്രോഫിറ്റ് മാത്രം എക്സ്പെക്ട് ചെയ്തു. ചില വണ്ടികൾ കസ്റ്റമർ കൊടുക്കുമ്പോൾ ക്ലീൻ ആക്കിയിട്ട് കൊടുക്കേണ്ടി വരും. ആ കൊടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നല്ല നീറ്റാക്കി കൊടുക്കുക. അതിൽ പ്രോഫിറ്റ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. എല്ലാ വണ്ടികളും നമ്മൾ കൊടുക്കുന്നത് നീറ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. 2014 ഹൈലൈൻ വെൻഡോ ഡീസൽ എത്ര കൊടുക്കാം? 3,99 നമ്മൾ ചോദിക്കും. 3,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. തുടക്കത്തിലെ പറയുന്ന വിലയിൽ ചെറിയ ചെയ്ത് കൊടുക്കാമെന്നില്ല, ചെറിയ രീതിയിലുള്ള. ഓക്കെ, അപ്പോൾ നല്ല മൈലേജുള്ള ഒരു വണ്ടി, ഒന്നും നോക്കാനില്ല. മാക്സിമം ലോണും കിട്ടുമല്ലോ? മാക്സിമം ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രെറ്റയാണ്, KL39 രജിസ്ട്രേഷനുള്ള ക്രെറ്റ. ഇത് ടോപ്പ് എൻഡ് ആണോ? ടോപ്പ് എൻഡ്. അന്ന് ഇറങ്ങിയ ടോപ്പ് എൻഡ്. അന്നത്തെ ടോപ്പ് എൻഡ് ഏകദേശം ഇറങ്ങുന്ന സമയത്ത് ഒരു 16 ലക്ഷം റുപ്യന്റെ മുകളിൽ വില ഉണ്ടായിരുന്നു. എന്നിറങ്ങി 2014. അന്നും ഇന്നും വെല്ലാൻ ഒരാളില്ല എന്ന് തന്നെ പറയാം. ക്രെറ്റന്റെ ഡീസൽ ആയാലും പെട്രോൾ ആയാലും ആ ഉപയോഗിക്കുന്ന ഒരാളുകൾ ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് മാറിയിട്ട് വേറൊരു SUV-യിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാറ്റഗറിയിൽ അതിന് വല്ലാതെ വണ്ടി ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല എന്ന് തന്നെ പറയാം ഏകദേശം. പിന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. പെട്രോൾ എഞ്ചിൻ കേട്ടോ, ഡീസൽ അല്ല, പെട്രോൾ എഞ്ചിൻ. നമുക്ക് മാക്സിമം ഒരു 95% വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളെ അണ്ടർ വാറണ്ടിയിൽ 1 year വാറണ്ടി, 1 year റോഡ് അസിസ്റ്റന്റ് എല്ലാം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. ഏറ്റവും ടോപ്പനാണ്, എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഡീസല് ഒരു 17 മൈലേജ് കിട്ടും. ഡീസൽ അല്ല, പെട്രോളാണ്. പെട്രോൾ. ഈ പെട്രോൾ ആകുമ്പോൾ നമുക്കൊരു 12 to 15 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാം. 1.6 എഞ്ചിനാണ് വരുന്നത്. കാരണം ഡ്രൈവിംഗ് കംഫർട്ട് കുറച്ചുകൂടി നമ്മൾ പറഞ്ഞാൽ ഫോർഡിന്റെ ഒക്കെ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും. അത്രേ ഉള്ളൂ. എത്ര കൊടുക്കും? 799. 7,99,000 കളിയായിക്കോട്ടെ. ചെറിയ രീതിയിൽ നമുക്ക് നോക്കി കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. 7,99,000 രൂപയ്ക്ക് 2016 ക്രെറ്റ ടോപ്പ് എൻഡ് സ്വന്തമാക്കാം. മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. അടുത്തൊരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. KL40 രജിസ്ട്രേഷനുള്ള എമിയോ, വോൾക്സ്വാഗൻ എമിയോ. പോളോന്റെ സെഡാൻ കാറ്റഗറിയാണ്. 2018 മോഡലാണ്. DSG ഗിയർ ബോക്സ് ആണ്. DSG ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്കോഡ കുറച്ച് പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു ഗിയർ ബോക്സ്. 2 ഗിയർ ബോക്സ് ഉണ്ടാവും. ഗിയറൊക്കെ പവർ ആയിട്ട് മാറും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സുകൾ ഉണ്ടാവും. ഡീസൽ എഞ്ചിനിലാണ്. മൈലേജ് ഒരു 22 റേഞ്ചിൽ കമ്പനി പറയുന്നുണ്ട്. 1 റേഞ്ചിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 1 year നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും, 1 year RSA കൊടുക്കാൻ പറ്റും. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അന്ന് ഇറങ്ങിയതിൽ ഫുൾ ഓപ്ഷൻ വണ്ടി, ഹൈലൈനാണ്. എനിക്കൊന്നൊരു 17 റേഞ്ച് എന്തായാലും മൈലേജ് ഉണ്ട്. 22 ഞാൻ പറഞ്ഞ ആവറേജ് കമ്പനി പറയുന്നുണ്ട്. 22 റേഞ്ചിൽ നമുക്കൊരു 17 റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. അതായത് മാനുവൽ ആണെങ്കിൽ 18 അബവ് കിട്ടും. അബവ് എന്ന് വെച്ചാൽ 20 വരെയൊക്കെ മൈലേജ് നോക്കി ഓടിച്ചാൽ കിട്ടുന്ന ഒരു വാഹനമാണ്. ഡീസൽ എഞ്ചിൻ 1.5 ഡീസലാണ്. നല്ല പവറായിരിക്കും വണ്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,39,000 ആണ്. 5,39,000. എത്ര ലോണ്?
ഏകദേശം നമുക്കൊരു 5 വരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഫുൾ ഓൺ നമുക്ക് ട്രൈ ചെയ്യാം, പ്രൊഫൈൽ അനുസരിച്ച്. 5 വരെയൊക്കെ നമുക്ക് എന്താ ചേർക്കാൻ പറ്റും. ഓക്കെ, ഒരു ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല, നമുക്ക് 1 ഇയർ RS കൊടുക്കാം. അടുത്തത് ഒരു ബ്ലാക്ക് ഡസ്റ്റർ, അടിപൊളി ഒരു ഡസ്റ്ററാണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ്. 2012 മോഡൽ. ഓക്കെ, കോഴിക്കോട് രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ, ഡീസൽ 78,000 കിലോമീറ്റർ. മോഡൽ 2012 അല്ലേ പറഞ്ഞ? ഓക്കെ, വളരെ ലോ കിലോമീറ്റർ ആണ്. കാരണം വെച്ചാൽ നമ്മൾ എങ്ങനെയായാലും 1.25 1.5 നമ്മൾ എന്തായാലും 1-2 കിലോമീറ്റർ കാണുള്ളൂ, വളരെ കൂടിയ കിലോമീറ്റർ കാണുള്ളൂ. ഇത് 12 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ്. ഹൈലൈറ്റ് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്, പോളിഷ് ഒക്കെ ചെയ്ത ഒരു 4 അലോവി മറ്റേ സാധനം നോർമൽ അങ്ങോട്ട് ചെയ്താൽ അലോവി ഉണ്ട്, നോർമൽ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസമാവും വണ്ടി. എയർ ബാഗ്, സീറ്റ് കവർ, ഫോൾഡർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫുൾ തൊട്ട് താഴത്തെ വരുന്നത് അറിയാം, ഏറ്റവും ടോപ്പ് അല്ല, തൊട്ട് താഴത്തെ. ഓക്കെ, 85 അല്ലേ? 85 PS. നമുക്ക് RS ആണ് ഉണ്ടാകുക, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് മാത്രമേ കൊടുക്കാം. 2012. ഓക്കെ, അപ്പോൾ എന്തായാലും 18 മുകളിൽ മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു മെയിൻ്റെനൻസും കുറവായിരിക്കും. മെയിൻ്റെനൻസും വളരെ കുറവായിരിക്കും. 110 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞൊരു വണ്ടിയാണ്. ഓക്കെ, വേറെ ഇപ്പോൾ പണികളൊന്നും ഇല്ലല്ലോ, നിലവിലൊന്നുമില്ല. ഇനി നമുക്ക് നേരെ പോളിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ, നേരെ ക്ലീൻ ആക്കി അടിച്ച് പൊളിച്ച് കൊടുക്കാം. പിന്നെ അടിച്ച് ക്ലീൻ ആക്കി കൊടുക്കാം. വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ ലോങ് എന്നൊക്കെ കുറേ വിളി വരും. അവരൊക്കെ പറഞ്ഞാൽ വിളിച്ച് നോക്കിയിട്ട് പിന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി വരിക. ഓക്കെ, പക്ഷെ വരുമ്പോഴേക്ക് വണ്ടി കൂടുതൽ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകും. അങ്ങനെയുള്ള ആളുകളോട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചിട്ട് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ചോദിക്കുക, ഫോട്ടോ ചോദിക്കുക, നമ്മളെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വാങ്ങാം. നമുക്ക് ഓക്കെ ആണെങ്കിൽ ഒരു 5,000 രൂപ അടച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വന്ന് കണ്ടിട്ട് വണ്ടി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തന്നെ തരും. കാരണം അവർ നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് തരുന്ന സാധനത്തിന് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വേണ്ടെങ്കിൽ ആ പൈസ റീഫണ്ടബിൾ ആണ്. അതിലൊരു പൈസ പോലും നമ്മൾ ആരും എടുക്കില്ല, മൊത്തം റീഫണ്ടബിൾ ആണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ലോങ് നോക്കാൻ വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വരിക. മാക്സിമം ലോൺ കിട്ടുമല്ലോ നമുക്ക് 399. നമ്മൾ 9ന്റെ വില നമ്മൾ ആദ്യം പറഞ്ഞത് 399 മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ, ഒരു ഹോണ്ട വണ്ടി വന്നിരിക്കുകയാണ്. ഹോണ്ട WRV KL1 തിരുവനന്തപുരം അല്ലേ? തലസ്ഥാനത്ത് വന്നതാണ്. 2017 മോഡൽ കേട്ടോ. പെട്രോൾ എഞ്ചിനിലാണ്, സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. പിന്നെ S ആണ് വരുന്നത്, ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ പറയാം. ഹോണ്ടയിലൊക്കെ കമ്പാരിറ്റീവ്ലി ഈ ബേസ് മോഡലിൽ തന്നെ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഷെയറിംഗ് കൺട്രോള്, പിന്നെ ഡുവൽ എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, എല്ലാ കാര്യങ്ങളും. ആകെ വ്യത്യാസങ്ങൾ വരിക പറഞ്ഞാൽ അലോ വീൽസ്, പിന്നെ ഇതിന്റെ സൺറൂഫ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ക്യാമറ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. ഒരു ബേസിക് വേണ്ട, നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും. ഒരു മാരുതിയിൽ ഒരു VXi എന്ന് പറയുന്നതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഈ സാധനത്തിലുണ്ടാവും. VXi അല്ല, അതിന്റെ മേലെ അതൊന്നും വരുള്ളൂ. അതിന്റെ മേലെ വരും. 2 എയർ ബാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 100% ഫണ്ടിങ് തന്നെ നമുക്ക് പറയാൻ പറ്റും. പണ്ട് ജാസ് എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേരം കൂടി വരാം, ഇതെടുക്കാം. പിന്നെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഈ 100% ഫണ്ടിങ് കാരണം വിത്ത് പ്രൊഫൈലും കൂടി ഒന്ന് നോക്കൂ കേട്ടോ. കറക്റ്റ് ട്രാക്ക് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാങ്ക് ട്രാൻസാക്ഷൻ മസ്റ്റ് ആയിട്ട് നോക്കും. നമ്മൾ 599 5,99,000 ഇത് നെറ്റ് റേറ്റ് ആട്ടോ. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ വില നെറ്റ് റേറ്റ് 2017 S ഓപ്ഷൻ സ്വന്തമാക്കാം. ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ 16 റേഞ്ചും, സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ 12-14 റേഞ്ചിലൊക്കെ. ഓക്കെ, അടുത്ത വണ്ടി 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനം ടാറ്റ അൾട്രോസ്. പറഞ്ഞോളൂ. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ 23,000 കിലോമീറ്റർ, 2021 മോഡൽ. KL01 തിരുവനന്തപുരം വരേണ്ടി വരുന്നത്. പുതിയ ഏകദേശം ഒരു 9 ലക്ഷം റുപ്യന്റെ മുകളിൽ പ്രൈസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിന്റെ വേറെ വ്യത്യാസം പറഞ്ഞാൽ അൾട്രോസിന് 90 ഡിഗ്രിയിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ടാണ് കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പ്ലെയിൻ കാണിക്കാം. 90 ഡിഗ്രിയിൽ ഡോർ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടിയിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ പ്രായമായവരോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ പ്രശ്നമല്ല, നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ അത് തുറന്ന് പിടിച്ച് ഇങ്ങനെ ഇറങ്ങി കയറേണ്ട ആവശ്യമില്ല. പിന്നെ 21 മോഡൽ ആയതുകൊണ്ട് തന്നെ BS6 വരുന്ന വണ്ടിയാണ് വരുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, 100% ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? കമ്പനി 23 വരെയാണുള്ളത്. ഇത് എക്സ്റ്റൻഡ് ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്ത് പോയാൽ മതി. നമ്മളെ വാറണ്ടി എന്തായാലും 2 ഇയർ + 1 ഇയർ RSA കൊടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, നെറ്റ് റേറ്റ് ആയിട്ട് നമുക്ക് നെറ്റ് റേറ്റ് ആണ് പറയുന്നത് 6,65,000 ആണ്. 6,65,000 9 ലക്ഷത്തിന്റെ അടുത്തായിട്ട് പുതിയ എന്തായാലും വില ഉണ്ട്. എങ്ങനെ നോക്കിയാലും 3-4 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ ഉണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്? 4 പാർക്കിന്റെ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഡുവൽ എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ ഒക്കെ വരുന്നത്. സീറ്റ് കവർ ഉണ്ടാവില്ല, അലോ വീൽസ് കാര്യങ്ങൾ, എയർ ബാഗ്,
സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മളെ പുതിയ വണ്ടി എടുക്കുന്നതിനെക്കാട്ടും ആളുകൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളെ വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ 100% അത്യാവശ്യം ഇതിന് വേറെ ഒരു വ്യത്യസ്തം കൂടെ ഉണ്ട്. 21 മോഡലായതിനെ കൊണ്ട് നമുക്ക് ഒരു പുതിയ കാർ എടുക്കുന്ന ഇൻട്രസ്റ്റൈലിൽ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള അസോർ ആണെങ്കിൽ വളരെ ലോ ഇൻട്രസ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പുതിയ കാർ എടുക്കുന്ന അതേ റേറ്റ് ചെയ്യാൻ പറ്റും. ടിയാഗോ ന്യൂ ഷേപ്പ് ടിയാഗോണ് KL 2 കൊല്ലം വണ്ടി പറഞ്ഞോളൂ. 5 സ്റ്റാർ നേരെ 4 സ്റ്റാറിലേക്ക് 1 സ്റ്റാർ കുറയുന്നുണ്ട്. 20 ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. പെട്രോൾ എഞ്ചിനിൽ ഓൾമോസ്റ്റ് ഇനി ഫീച്ചേഴ്സ് ഇല്ല എന്ന് അറിയാം. ഫുൾ ഓപ്ഷൻ അറിയുമ്പോൾ അതാണല്ലോ പറയുന്നത്. ഫീച്ചേഴ്സ് കമ്പനി ഇറക്കിയില്ല. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ ഷർട്ടിന്റെ ചെക്സ് ഒരേപോലെ ഇരിക്കുന്നത്. പേടിച്ചു പോയി. ഇത് മറ്റേ സിനിമയിൽ ശ്രീനിവാസം പറയും പോലുള്ള ഒരേ കമ്പനി ആയിരിക്കും. വീട് എവിടെയാന്ന് ചോദിക്കുന്നില്ല. അപ്പൊ 2020 ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഡുവൽ എയർ ബാഗ് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. ഇനിയിപ്പോൾ അതിൽ ഫീച്ചേഴ്സ് വൈസ് അറിയണമെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ക്യാമറ, അലോ വീൽസ്, ബാക്ക് വൈപ്പർ, അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാ കാര്യമുണ്ട്. പുതിയതിന് ഇപ്പം ഇറങ്ങുന്ന ഓൺ ദ റോഡ് വില 8,50,000 രൂപയാണ്. ഡിസംബർ മാസത്തിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ കൂടി അടുത്ത മാസം പ്രൈസ് കൂടുകയാണ്. പുതിയ നാട്ടോ പറയുന്നത്. നമ്മളെ ഓൾറെഡി ഡിപ്രീസിയേഷൻ വന്ന് കഴിഞ്ഞ് കിടക്കുന്ന സാധനമാണ്. ഇനി അതിൽ അങ്ങോട്ട് വരാനില്ല. നെറ്റ് നമുക്ക് 5,90,000 കൊടുക്കാം. 5,90,000. 2 കൊല്ലം വാറണ്ടി, 4 സ്റ്റാർ റേറ്റിംഗ്, 1 ഇയർ RSA എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി. ഓക്കെ. നല്ലൊരു അടിപൊളി പറ്റുകയാണെങ്കിൽ 17 റേഞ്ച് മൈലേജ് ഉണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ പറഞ്ഞ എല്ലാ ഓഫേഴ്സും ലഭിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിലും, എല്ലാത്തിനും കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോവാം. വീണ്ടും കൊല്ലം വണ്ടിയാണ്. ക്വിഡാണ് ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം. ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ, മിഡിൽ ഓപ്ഷൻ വണ്ടി, പെട്രോൾ എഞ്ചിൻ കേട്ടോ. നോർമൽ ഓട്ടോ. 2 കൊല്ലം വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഇപ്പോൾ പുതിയനൊക്കെ 7 ലക്ഷത്തിന്റെ മുകളിൽ വിലയായി. നമുക്ക് ഏകദേശം ഫുൾ ലോൺ ചേർക്കാൻ പറ്റും വിത്ത് വാറണ്ടിയിൽ കേട്ടോ. 2 കൊല്ലം വാറണ്ടി, 1 ഇയർ RSA എല്ലാം ചേർക്കും. എല്ലാം കിട്ടും. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ അഡീഷണൽ ഫീച്ചേഴ്സ് 2 ഡോർ പവർ വിൻഡോ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കമ്പനി തന്നെ ചെയ്തതാണ്. ചെറിയൊരു സ്ക്രീനല്ല, നോർമലാണ് വരുന്നത്. പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിരിക്കാൻ നോക്കണം. വേറെ സർട്ടിഫൈഡ് കാറാണ് വരുന്നത്. നമുക്ക് ഒരു 290 ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ഏകദേശം നല്ല പ്രൊഫൈൽ നോക്കിയിട്ട് ആ റേഞ്ചിൽ തന്നെ നമുക്ക് ലോൺ ചേർക്കാൻ പറ്റും. ഇതൊക്കെ എടുക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ EMI ഒക്കെ വളരെ കുറവ്. നമുക്കൊരു ഫാമിലി ബഡ്ജറ്റിൽ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലേ വരുന്നുള്ളൂ. പിന്നെ ലോൺ ആയാലും വലിയ ബാധ്യതയല്ല. നമുക്ക് തടിയിലും പിടിക്കാത്ത രീതിയിൽ വിത്ത് വാറണ്ടിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. നല്ല മൈലേജ് ഉണ്ടാവും. 18 റേഞ്ച് മൈലേജ് കിട്ടും. 800 cc ആണ്. 800 cc ആണ്. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. റെഡിഗോ 800 cc വാഹനം. ഇതും KL 11 രജിസ്ട്രേഷൻ ആണ്. ഡാറ്റ്സൺ റെഡിഗോ രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ, പെട്രോൾ എഞ്ചിൻ. ഒരു ചെറിയ മെയിൻ്റനൻസിൽ നല്ല മൈലേജിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി, ഒരു ഫാമിലി കാർ. നല്ല ആൾട്ടോ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് സ്പേസും ആൾട്ടോനെക്കാളും പൈസയും കുറവായിരിക്കും. റെഡിഗോ എന്ന് പറഞ്ഞാൽ ഡാറ്റ്സന്റെ വണ്ടിയെ കൊണ്ട് നിർത്തി എന്നുള്ള ബ്രാൻഡ് വേണ്ട. നിസാന്റെ അണ്ടറിലാണ് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്നത്. നിങ്ങൾ നിസാന്റെ ഷോറൂമിൽ പോയി നോക്കിയാൽ മതി. ബോർഡ് ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഇതിന്റെ സർവീസ് വരുന്നത്. ഇതിന്റെ പാർട്സ് എല്ലാം എപ്പോഴും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫിയറ്റും ജീപ്പിന്റെ അവിടെ പോയിട്ട് നോക്കിയാൽ മതി. സർവീസിൽ ഫിയറ്റും ഉണ്ടാവും. ഓക്കെ. നമുക്ക് ഏകദേശം ഒരു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടി, 1 ഇയർ വാറണ്ടി, 1 ഇയർ RSA കൊടുക്കാൻ പറ്റുന്ന വണ്ടി. 2,22,000 രൂപയ്ക്ക് 2016 മോഡൽ കിട്ടും കേട്ടോ. 2016 2022 നിങ്ങൾക്ക് സ്വന്തമാക്കാം. വിത്ത് വാറണ്ടി, RSA, ഗോൾഡ് കോയിൻ, നമ്മളെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. 100% ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. 18 above മൈലേജ് ഉണ്ടാവും അല്ലേ? എന്തായാലും 19 റേഞ്ചിൽ ഉണ്ടാവും. അടുത്ത വണ്ടി ഒരു സാൻഡ്രോ KL 7 രജിസ്ട്രേഷൻ, സാൻഡ്രോ സിംഗ് അല്ലേ? ഒരു പ്രത്യേകം കേട്ടോ. ഈ വണ്ടി വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഏതാ മോഡൽ? 2008 മോഡലാണ്. സെക്കൻഡ് RCയിലാണ് വണ്ടി. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വെൽ നീറ്റായി കൊണ്ടുവരുന്ന ആളാണ്. 29,177 കിലോമീറ്റർ കാണുന്നത്. അതിന്റെ ഒരു ക്ലസ്റ്റർ ഇല്ല, നമ്മൾ ചെയ്യൂലല്ലോ. ഇതെല്ലാം കണ്ടിട്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ട് കൊണ്ടുവരുന്ന കസ്റ്റമറാണ്. പിന്നെ അതിൽ നിലവിൽ ടാക്സ് അടച്ചിട്ടുണ്ട് 28 വരെ. പിന്നെ ഒരു ഫിറ്റ്നസ് എടുക്കാണ്ട് വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം കേട്ടോ. ഒരു നെഗറ്റീവ് ഉള്ള ആകെന്ന് വെച്ചാൽ മെയിൻ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. മെയിൻ ഗ്ലാസ് ചെറിയൊരു പൊട്ടുണ്ട്. ഇതുവരെ ഒന്നും മാറിയിട്ടില്ല. മാറ്റണമെങ്കിൽ ഇത് മാറ്റി വെക്കുമ്പോൾ റീപ്ലേസ് എന്നുള്ള രീതിയിൽ അതാണ് മാറ്റേണ്ട ആവശ്യമില്ല. ചെറിയൊരു ക്രാക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ.
ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട് നോക്കാം. നമുക്കൊരു 1.40 റിന്യൂവൽ എടുത്ത് കൊടുക്കും കേട്ടോ. അതായത് ഫിറ്റ്നസ് എടുത്തിട്ട് പുതിയ 28 വരെ പേപ്പർ റെഡി ആയി കൊടുക്കും. 1,40,000 സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടല്ലേ. അഡീഷണൽ നല്ല വെൽ നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി, ലോ കിലോമീറ്റർ ഓടി വണ്ടി. അത്രയും ലോ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഹാൻഡ് കാറിൽ ഇങ്ങനത്തെ കുറെ എടുക്കുമ്പോൾ തന്നെ ഇതിൽ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി ടാക്സ് അടച്ചതാണ്. ഫിറ്റ്നസ് പോയി എടുക്കാനുള്ളൂ. വണ്ടീന്റെ മുകളിൽ വേറെ സ്കാച്ചോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ചെയ്യാനില്ല. നേരെ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് 1.40 എടുത്തിട്ട്. ഓക്കെ, നമ്മുടെ അവസാനത്തെ വാഹനം ഒരു i20 അങ്ങ് നിർത്താം. പഴയ ഷേപ്പ് i20 ആണ്. KL എത്രയാണ് രജിസ്ട്രേഷൻ? KL 01. ഓക്കെ, കൊല്ലം തിരുവനന്തപുരം വണ്ടി. നേരത്തെ പറഞ്ഞായിരുന്നു തിരുവനന്തപുരത്ത് കുറച്ച് 3-4 വണ്ടി കളിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 2009 വണ്ടിയെ സംബന്ധിച്ച് 43,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ കേട്ടോ. 43,000 ലോ കിലോമീറ്റർ ആണ്. മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫോർഡോർ ബാർബിന്റെ AC പവർ സ്റ്റിയറിംഗ്, പിന്നെ എൻബിൽഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ. പെട്രോൾ മാഗ്നിയാണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് വരും. ഓക്കെ, ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു 1.2 വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി. നല്ല ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 1.99 ആണ്. 1,99,000 നെറ്റ് റേറ്റ് ആട്ടോ. നെറ്റ് റേറ്റ് അത് വളരെ ലോ കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനവും. പിന്നെ നമുക്കൊരു RSIയും അതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഔട്ട്സൈഡ് അസെന്റിന്റെ വാറന്റി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത വർഷം ചെയ്യാല്ലേ? അടുത്ത വർഷം ചെയ്യാം. 2024 പുത്തൻ പ്രതീക്ഷകളായിട്ട് വീണ്ടും കാണാം. പുത്തൻ പ്രതീക്ഷകളായിട്ട് വീണ്ടും വരാം. അത്രയേ ഉള്ളൂ. അപ്പോൾ സ്കീമും കാര്യങ്ങളൊന്നും മറന്നു വേണ്ട. ഇതെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വരാം, ബുക്കിംഗ് എടുക്കാം അല്ലേ. വരുമ്പോൾ വീണ്ടും കസ്റ്റമറോട് പറയുകയാണ്, വിളിച്ചിട്ട് താല്പര്യമുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾ ലൈവ് ചെയ്തിട്ട് ബുക്കിംഗ് എടുക്കുക. ഓൺലൈൻ റിസർവ് ചെയ്യുക വണ്ടി. അപ്പോൾ എക്സിക്യൂട്ടീവ് അതിൻ്റെ QR കോഡും കാര്യങ്ങളൊക്കെ അയച്ചു തരും. എന്നിട്ട് മാത്രം വരിക. അല്ലാതെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ വണ്ടി ചിലപ്പോൾ കൂടെ അവൈലബിൾ ആയിക്കോളുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക, മറന്നു പോയത്. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ പറയാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൈശാഖ താങ്ക് യു. അടുത്ത വർഷം കാണാം.